ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന, അതായത് 2019 ഈ ശ്രീകോവിലിൻ്റെ വാതിലുകളിലും കട്ടളകളിലും പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയ ആ കാലത്ത് അവിടെ ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ വിദേശ യാത്രകളടക്കം ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയ യാത്രകൾ, അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ, ഇതെല്ലാം അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് SIT. ഇത് സംബന്ധിച്ച് ചില നിർണായക സൂചനകൾ SITക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും 2019 സെപ്റ്റംബർ 19, 20 തീയതികളിലാണ് ഈ സ്വർണ്ണപ്പാളി ശ്രീകോവിലിൽ നിന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിവിടുന്ന് ചെന്നൈയിൽ എത്തിക്കാൻ 24 മണിക്കൂറിലധികം സമയം വേണമെന്നില്ല. എന്നാൽ 1 മാസം കഴിഞ്ഞാണ് ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത്. ഈ 1 മാസം ഈ സ്വർണ്ണപ്പാളി എവിടെയെല്ലാം സഞ്ചരിച്ചു, എവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് ചില നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇത് കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും എത്തി. അവിടെയൊക്കെ ചില പൂജകളിൽ ഇത് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ചില ദൃശ്യങ്ങളും വന്നിരുന്നു. എന്നു മാത്രമല്ല, ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശുന്നതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുമായിട്ട് അടുത്ത് പെരുമാറുന്ന, അവർ ഒരുമിച്ച് ചെലവഴിക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന, കൂടിക്കാഴ്ച നടത്തുന്ന പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം നിജസ്ഥിതി, ഈ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് അന്വേഷിച്ചറിയാനാണ് ഇപ്പോൾ SITയുടെ ശ്രമം. അതുമാത്രമല്ല, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാർ, ഇപ്പോൾ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പത്മകുമാർ എന്നിവർ ഒന്നിലധികം തവണ കിളിമാനൂരുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിലെത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന കൃത്യമായ വിവരവും അതിൻ്റെ തെളിവുകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് SIT. അതുമാത്രമല്ല, ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത്, അതിലെന്തെങ്കിലും മറിമായം സംഭവിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ രാസപരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് SIT. ഇതിൻ്റെ രാസപരിശോധന നടക്കുന്നത് VSSCയുടെ ലാബിലാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലെ ലാബിൽ ഇതിൻ്റെ സാമ്പിളുകൾ എത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും SITയുടെ തുടരന്വേഷണം എന്നാണ് നമുക്ക് നേരത്തെ തന്നെ ലഭിച്ച വിവരം. എന്തായാലും രാസപരിശോധനാ ഫലം കൃത്യമായിട്ട് കിട്ടണം. അതിന് അല്പസമയമെടുക്കും എന്നെല്ലാവർക്കും അറിയാം. ഇവിടെയും SIT വളരെ ക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ അതേസമയം SITക്ക് പുറത്ത് വലിയ സമ്മർദ്ദമുണ്ട് എന്നാണ് ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ആരോപണം. സർക്കാർ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ എല്ലാ അടവുകളും പയറ്റുന്നുണ്ട് എന്ന് പ്രതിപക്ഷമടക്കമുള്ള BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നു. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ഈ കേസിൽ ഉൾപ്പെടാതെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ചരടുവലി സർക്കാർ തലത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആക്ഷേപം. എന്തായാലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു കേസ്, ആ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇതൊക്കെയാണ് ഭക്തരിൽ പ്രതീക്ഷ ഉണർത്തുന്ന, ഭക്തരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബെഞ്ച് ഒരു അന്വേഷണ
അന്വേഷണ സംഘത്തെ നിയോഗിച്ചില്ലായിരുന്നെങ്കിൽ, ദേവസ്വം ബെഞ്ച് കേസിന്റെ പുരോഗതി നിരീക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് എങ്ങും എത്തില്ല എന്ന് വ്യക്തമാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഈ അന്വേഷണം അവസാനിപ്പിച്ചേനെ എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അരിയാഹാരം കഴിക്കുന്നവർക്കൊന്നും ഇനി അത് മനസ്സിലാക്കാൻ പ്രത്യേക ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും അതുപോലെ വാസുവും, ഇപ്പോൾ ഈ വാസുവും പത്മകുമാറും ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. രണ്ടുപേർക്കും ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൂടി ആ പശ്ചാത്തലം കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ഈ കേസ് വിശകലനം ചെയ്യാൻ. അങ്ങനെ ഈ രണ്ടുപേരും റിമാൻഡിൽ കഴിയുകയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എപ്പോൾ വേണമെങ്കിലും അകത്താകാൻ സാധ്യതയുണ്ട് എന്ന ഒരു സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ SITയുടെ നിലപാട് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ രാസപരിശോധനാ ഫലത്തിൻ്റെ റിപ്പോർട്ടും, ആ റിപ്പോർട്ടിൽ ഈ പറയുന്നത് പോലെ മറിമായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അതിന് മറുപടി പറയേണ്ടി വരും. കാരണം അദ്ദേഹമാണ് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് ദേവസ്വം പ്രസിഡന്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്, അത് അങ്ങോട്ട് കൊടുക്കുന്നത് അദ്ദേഹമാണ്. ഉചിതമായ നടപടി സ്വീകരിക്കണം എന്ന് ആ ഫയലിൽ നോട്ട് എഴുതിയിട്ടാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് അത് ഇങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നത്. വാക്ക് പറഞ്ഞു നിൽക്കാം, ഇങ്ങനെ ഒരു സാധാരണ നടപടിക്രമം മാത്രമേ ദേവസ്വം മന്ത്രി ചെയ്തിട്ടുള്ളൂ എന്ന്. ആ ദേവസ്വം മന്ത്രി അങ്ങനെ ഒരു സാധാരണ നടപടിക്രമമാണ് ചെയ്തതെങ്കിൽ എന്തിന് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് പലതവണ സന്ദർശിച്ചു, എന്തിന് ഈ ദേവസ്വം പ്രസിഡന്റ് അവിടെ പോയി, അതും ഒന്നിലധികം തവണ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും മുൻ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും. മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ വളരെ കൃത്യമായി കടകംപള്ളിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് കാര്യങ്ങൾ നടന്നത് എന്ന മൊഴിയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ മൊഴി പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. മൊഴിയുടെ പൂർണ്ണ രൂപം പുറത്തു വന്നാൽ മാത്രമേ പത്മകുമാർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ വളരെ ദുരൂഹമായ പശ്ചാത്തലമുള്ളയാളാണെന്ന് പല കുറി വ്യക്തമാക്കപ്പെട്ടതാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 1 മാസം കഴിഞ്ഞാണ് അവിടെ എത്തിക്കുന്നത്. അവിടെ ഇത് കൈകാര്യം ചെയ്ത ആൾക്കാർ അതിനു മുമ്പ്, അവിടെ എത്തുന്നതിന് മുമ്പ് ഇത് കർണാടകയിലും ആന്ധ്രയിലും കൊണ്ടുപോയ വ്യാപാരികൾ, ജുവലറി ഉടമകൾ, സ്വർണ്ണപ്പണിക്കാർ, ഇവരൊക്കെ കൃത്യമായിട്ടും സംശയത്തിന്റെ നിഴലിലാണ്. രാസപരിശോധനാ ഫലം ഇവരെ കുടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇവർ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസിൽ കുടുങ്ങും, അത് ഉറപ്പാണ്. അതേസമയം അവർക്ക് ഇതിൽ മനസ്സറിവൊന്നുമില്ലെങ്കിൽ അവർ രക്ഷപ്പെടുകയും ചെയ്യും, അവരെ പ്രതി ചേർക്കപ്പെടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുൻ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ സ്പോൺസറും അറിയാതെ ഒരു മറിമായവും ഒരു കൃത്രിമവും നടക്കില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ മുൻ ദേവസ്വം മന്ത്രിയുടെ യാത്രകൾ, അത് ഇന്ത്യക്കകത്തും പുറത്തും നടത്തിയ യാത്രകൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കാൻ, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കാൻ SIT തയ്യാറായിരിക്കുന്നത്. SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ ആരെയൊക്കെ കണ്ടു, ആരുമായിട്ടൊക്കെ ചർച്ച നടത്തി, വിദേശയാത്രകളിൽ എവിടെയൊക്കെ പോയി, ഏതൊക്കെ ആൾക്കാരെ കണ്ടു, ചർച്ച നടത്തി, ഇതൊക്കെ അന്വേഷണത്തിലൂടെ അറിയേണ്ടതാണ്. ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ എത്തും എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾക്ക് കുരുക്ക് കൂടുതൽ മുറുകുന്നു. നിങ്ങൾക്ക് നേരെ നിയമത്തിൻ്റെ വാള് ഓങ്ങപ്പെട്ടിരിക്കുന്നു. അതെപ്പോ വേണമെങ്കിലും നിങ്ങളിലേക്ക് പതിക്കാം. അതോടുകൂടി നിങ്ങൾ ഇന്ന് സംശയിക്കപ്പെടുന്ന പട്ടികയിൽ നിന്ന് ഒരു പ്രതിപട്ടികയിലേക്ക് മാറും എന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ.